നമസ്കാരം. കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ട കാണുന്നതിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫോർട്ട് കറക്റ്റ് റോഡ് സൈഡിൽ തന്നെയാണ്. ഇവിടെ എത്തിച്ചേരാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എൻട്രൻസിൻ്റെ അവിടെ നിന്ന് ഫോർട്ടിൻ്റെ അവിടേക്ക് കുറച്ച് ദൂരമുണ്ട് കേട്ടോ, വളരെ കുറച്ച്. അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഈ ഫോർട്ട് വരെയുള്ള ദൂരം 76 കിലോമീറ്റർ ആയിരുന്നു. ഈ കാസർഗോഡ് നിന്ന് ഇവിടേക്കുള്ളത് കോട്ടയ്ക്കുള്ള ദൂരം 16 കിലോമീറ്റർ ആണ്. അങ്ങനെ കോട്ടയുടെ മുൻഭാഗത്തെത്തി. ഇവിടെ പാർക്കിങ്ങിനൊക്കെ നല്ല സൗകര്യമുണ്ട്. ഒരുപാട് വണ്ടികൾക്ക് ഒരുമിച്ച് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സൗകര്യം ഇവിടെ ഉണ്ട്. ഈ പാർക്കിംഗ് ഏരിയയുടെ സൈഡിൽ തന്നെയായിട്ടൊരു ബാത്റൂം ഉണ്ട്. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ചാർജ് ചെയ്യാനുള്ള ചാർജിങ് പോയിന്റും ഉണ്ട് ഇവിടെ. പാർക്കിംഗ് ഫീ 2 വീലർ 10 രൂപ, കാർ 20, ബസ് 40, അങ്ങനെയാണ്. ഫോർട്ടിൻ്റെ അകത്തേക്ക് കയറുന്നതിന് നമുക്ക് പ്രവേശന ഫീസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് 25 രൂപയാണ് ഫീസ്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ്. ഇതാണ് കോട്ടയുടെ മുൻഭാഗം. ഇപ്പം നമുക്ക് ഫോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വരുമല്ലോ ഫോർട്ടിൻ്റെ ഒരു ഷേപ്പ്. അതിപ്പോൾ എല്ലാ കോട്ടയുടെയും ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ തന്നെ. ഇപ്പോൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു തലശ്ശേരി കോട്ട. ആ കോട്ടയുടെയും മുൻഭാഗത്ത് ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഇതുപോലൊക്കെ തന്നെ തോന്നും. 130 അടിയാണ് ഈ കോട്ടയുടെ ഈ കാണുന്ന മതിലിൻ്റെ ഉയരം. ഏകദേശം 35 ഏക്കറാണ് ഈ കോട്ടയുടെ വിസ്തൃതി എന്ന് പറയുന്നത്. ചരിത്രസ്നേഹികളും പ്രകൃതി സ്നേഹികളും ആയിട്ടുള്ള ആളുകൾക്ക് ഇവിടെ പോയാൽ ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. 35 ഏക്കർ നടന്ന് കാണാമെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാലും ഇതെങ്ങനെയാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത്, ഈ കോട്ടയിൽ എന്തൊക്കെയാണ് നമുക്ക് കാണാനുള്ളത് എന്നൊക്കെയുള്ള അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ഈ കോട്ട മൊത്തം നടന്ന് കാണും. ഈ കാണുന്നത് ഈ കോട്ടയിലെ നിരീക്ഷണ ഗോപുരമാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ കയറി നിന്നാൽ ഇവിടെ ഈ ബേക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഫോർട്ട് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ ബേക്കൽ ഫോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ നിരീക്ഷണ ഗോപുരത്തിൻ്റെ മുകളിൽ കയറി നിന്നാൽ ഈ ബേക്കൽ ഇതിൻ്റെ ചുറ്റുമുള്ള മൊത്തം ഒരുവിധം എല്ലാ സ്ഥലവും കാണാൻ പറ്റും. അപ്പോൾ പണ്ട് കാലത്ത് ദൂരദർശിനിയൊക്കെ വെച്ചിട്ടാണല്ലോ ഇവർ നോക്കുന്നത്. അപ്പോൾ അതിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ഇതിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ മുഴുവൻ കാണാൻ പറ്റും. അതാണ് ഇതിനെ നിരീക്ഷണ ഗോപുരം എന്ന് പറയുന്നത്. 30 അടിയാണ് ഈ നിരീക്ഷണ ഗോപുരത്തിൻ്റെ ഹൈറ്റ്. നിരീക്ഷണ ഗോപുരത്തിലേക്ക് കയറി പോകാനായിട്ട് സ്റ്റെപ്പല്ല, ഇതുപോലെ സ്ലോപ്പാണ്. ഈ സ്ലോപ്പ് കാണുന്ന പോലെയല്ല, നമുക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് കാലിന് ഭയങ്കര സ്ട്രെയിൻ വരും, ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും കയറി പോകാനായിട്ട്. എനിക്ക് ഇതിലും കുറച്ചും കൂടി എളുപ്പം സ്റ്റെപ്പായിട്ടാണ് എനിക്ക് കയറിയപ്പോൾ തോന്നിയത്. അതിങ്ങനെ നോക്കി കണ്ടപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ലെങ്കിലും കയറി തുടങ്ങിയപ്പോൾ കാലിനൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നി. ഇതാണ് നിരീക്ഷണ ഗോപുരത്തിൻ്റെ മുകൾ ഭാഗം. ഇത് 80 അടി വിസ്തൃതിയാണ് ഇതിനുള്ളത്. ഈ കാണുന്ന ബിൽഡിങ്ങൊക്കെ എന്ത് ഉപയോഗമാണെന്നൊന്നും നമുക്കറിയില്ല. അവിടെ ഒന്നും എഴുതി വച്ചിട്ടില്ല, നമുക്കൊന്നും മനസ്സിലാവില്ല ഇതെന്താന്നുള്ളത്. 17-ാം നൂറ്റാണ്ടിലാണ് ഈ കോട്ട നിർമ്മിച്ചത്. അതായത് ഇപ്പോൾ 300 വർഷമായി ഈ കോട്ട നിർമ്മിച്ചിട്ട്. അന്നത്തെ രാജാവായിരുന്ന ശിവപ്പ നായകാണ് ഈ കോട്ട പണി കഴിപ്പിച്ചതെന്നാണ് പറയുന്നത്. പക്ഷേ വേറെയും കുറേ സിദ്ധാന്തങ്ങൾ ഈ കോട്ടയുടെ നിർമ്മാണത്തിൻ്റെ പിന്നിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ശിവപ്പ നായികിന് മുമ്പുണ്ടായിരുന്ന ഒരു ഭരണകർത്താക്കൾ ഈ കോട്ട പണി കഴിപ്പിച്ചതാണെന്നും ശിവപ്പ നായിക് ഈ കോട്ട പിടിച്ചെടുത്തതിന് ശേഷം ഇത് പുനർനിർമ്മിച്ചതാണെന്നും പറയുന്നുണ്ട്. പിന്നീട് ശിവപ്പ നായിക്കിൻ്റെ കയ്യിൽ നിന്ന് ഇത് ഹൈദരലി പിടിച്ചെടുത്തു. അത് കഴിഞ്ഞ് അത് ടിപ്പു സുൽത്താൻ്റെ കയ്യിലായി. ടിപ്പു സുൽത്താൻ്റെ കയ്യിൽ നിന്ന് അത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും കയ്യിലാക്കിയെന്നാണ് ഈ കോട്ടയ്ക്ക് പിന്നിലുള്ള ഒരു ചരിത്രം.
ഈ കോട്ടയിൽ ഇപ്പോൾ നിലവിൽ 2 ഭൂഗർഭ തുരങ്കങ്ങളുണ്ട്. ഇവിടെ ഒരുപാട് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ നമുക്കിപ്പോൾ പോയി കഴിഞ്ഞാൽ 2 എണ്ണം മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഇതാണ് ഈ ഭൂഗർഭ തുരങ്കങ്ങൾ 2 എണ്ണം എന്ന് പറഞ്ഞതിൽ ഒരെണ്ണം. ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ വെള്ളമുണ്ട് ഇതിൽ. ഇതെന്തോ കിണറാണോ ഇതിനി അതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും പുറത്തേക്ക് പോകാനുള്ള വഴിയുണ്ടോ എന്നൊന്നും നമുക്കറിയുന്നില്ല. പക്ഷേ ഇതൊരു ഭൂഗർഭ തുരങ്കമാണെന്നാണ് അവിടെ ചോദിച്ചപ്പോൾ അറിഞ്ഞത്. നമുക്കിതുപോലെ നടക്കാനായിട്ട് ഈ കോട്ടയ്ക്ക് ചുറ്റും ഇതുപോലെ നമുക്ക് ഇങ്ങനെ നടന്നെത്താൻ പറ്റും. ഒരുപാട് ദൂരം ഇതുപോലെ നടക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സൈഡിൽ കാണുന്ന ഈ മതിലുണ്ടല്ലോ, ഈ മതിലിൻ്റെ മോൾ ഭാഗത്തും സെൻറ്ററിലായിട്ടും താഴെയായിട്ടും 3 ഹോളുകൾ ഇങ്ങനെ കാണാം നമുക്ക്. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും മുകളിലുള്ള ഹോള് കടലിൽ നിന്ന് ദൂരേന്ന് ശത്രുക്കൾ ആക്രമിക്കാൻ വരുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. സെൻറ്ററിലുള്ളത് ഈ ആക്രമണകാരികൾ കുറച്ചുകൂടി അടുത്തെത്തുമ്പോൾ കാണാൻ വേണ്ടി. ഏറ്റവും താഴെയുള്ളത് കോട്ടയ്ക്ക് തൊട്ടടുത്ത് എത്താറാവുമ്പോൾ ആക്രമണകാരികളെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ 3 ഹോളുകൾ ഉപയോഗിച്ചിരുന്നത്. ഈ സ്ഥലം ഉണ്ടല്ലോ, ഈ സ്ഥലത്തിന് കൊത്തളം എന്നാണ് പറയുന്നത്. ഇതുപോലത്തെ കൊത്തളങ്ങൾ ഈ കോട്ടയ്ക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഈ കൊത്തളങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ പീരങ്കി വെച്ചിട്ട് ഈ കാണുന്ന സ്പേസില്ലേ അവിടെ പീരങ്കി ഉണ്ടായിരുന്നു. അവിടെ പീരങ്കി വെച്ചിട്ട് ആക്രമണം, അവിടെ കടലിൽ നിന്നൊക്കെ ആക്രമണം ഉണ്ടെന്ന് വെച്ചാൽ കോട്ടയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ അവരെ വെടിവെക്കുന്നതിന് വേണ്ടി പീരങ്കികൾ സ്ഥാപിക്കാനായിട്ടാണ് ഇതിങ്ങനെ ഓരോ സ്പേസുകളുള്ളത്. ഇതിപ്പോൾ കേരളത്തിലെ കോട്ടകളിൽ ഏറ്റവും വലിയ കോട്ടയാണ് ഈ ബേക്കൽ കോട്ട. തലശ്ശേരി കോട്ടയ്ക്കും അത്യാവശ്യം വലുപ്പമുണ്ട്. പക്ഷേ ഇത്രയും വലുപ്പമില്ല, ഇത്രയും വിസ്തൃതിയൊന്നും തലശ്ശേരി കോട്ടയ്ക്കില്ല. പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് പാലക്കാട് കോട്ടയാണ്. അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല കാണാനായിട്ട്. പ്രത്യേകിച്ച് അവിടെ പക്ഷെ കോട്ടയ്ക്ക് മുൻപിലായിട്ടുള്ള ഒരു കിടങ്ങുണ്ട്. കോട്ടയുടെ അവിടേക്ക് അവിടെ ശത്രുക്കൾ കയറാതിരിക്കാൻ വേണ്ടിയുള്ള കിടങ്ങ്, വലിയൊരു കിടങ്ങ്. അത് നല്ല രസമായിട്ട് തോന്നി. വേറെ ആ കോട്ടയ്ക്കുള്ളിലേക്ക് കയറിയാൽ പ്രത്യേകിച്ച് അവിടെ ഒന്നുമില്ല. പക്ഷേ തലശ്ശേരി കോട്ടയും ബേക്കൽ കോട്ടയൊന്നും അങ്ങനെയല്ല. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഗവൺമെൻറ് സംരക്ഷിച്ചു പോരുന്ന കോട്ടകളാണിതൊക്കെ. ഇപ്പോൾ ഈ കോട്ടയുടെ ഒരു പകുതി വഴി ഞങ്ങൾ നടന്നു. അവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് എന്തായാലും ക്ഷീണവും. അപ്പോൾ ഇവിടെ ഡ്രിങ്ക്സൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ചെറിയ ചെറിയ സംഭവങ്ങൾ കിട്ടും ഇവിടെ നിന്ന്. അപ്പോൾ അത് കഴിച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി ഉള്ള സ്ഥലം നടക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട്, കടലിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങാനായിട്ട് ഇവിടെ വഴിയുണ്ട്. അപ്പോൾ ഇതിലൂടെ നമ്മൾ പുറത്തിറങ്ങി കണ്ടിട്ട് തിരിച്ചിതിലേ തന്നെ കയറി വരണം കോട്ടയുടെ ഫ്രണ്ടിലേക്ക് പോകാനായിട്ട്. അല്ലാതെ പുറത്തുകൂടെ പോകാൻ വഴിയില്ല. തിരിച്ചിതിലേ തന്നെ കയറി വന്ന് ഫ്രണ്ടിലേക്ക് നടന്നു പോകണം. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഇതാണ് നമ്മൾ ബേക്കൽ കോട്ട എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ വരുന്ന ഒരു ഫോട്ടോ എന്ന് പറയണത് ഇതാണ് അല്ലേ. അപ്പോൾ ഇത് നേരിട്ട് കാണുമ്പോൾ എന്തായാലും നല്ല ഭംഗിയാണ് കേട്ടോ, ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഇതൊരു പ്രത്യേക രീതിയിലൊരു ഒരു കൊത്തളം കടലിലേക്ക് നീട്ടി നിർമ്മിച്ചിരിക്കുന്നതാണ്. അറബിക്കടലാണ് കേട്ടോ, ഇത് പറയാൻ മറന്നുപോയി. അപ്പോൾ അറബിക്കടലിൻ്റെ തീരത്താണ് ഈ മനോഹരമായിട്ടുള്ള ഈ ബേക്കൽ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. കോട്ട ചുറ്റി നടന്നൊന്ന് കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പതുക്കെ നടന്നു. പക്ഷെ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്കാരൊന്നും ഇതിലെ വരുന്നില്ലെന്ന് തോന്നുന്നു. പിന്നെ അവിടെ പുല്ലൊന്നും ചെത്തി അവിടെ വൃത്തിയാക്കണമൊന്നുമില്ല. മൊത്തത്തിലാകെ കാട് പിടിച്ച് നിൽക്കണ പോലെ തോന്നി. പിന്നെ നമുക്ക് അവിടെ കുറച്ചുകൂടി ചെല്ലുമ്പോൾ അവിടെയൊക്കെ കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ട്, അവിടേക്ക് എന്താണുള്ളത് എന്നൊന്നും അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് തന്നെ നടന്നു. അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് നടന്നപ്പോൾ കണ്ടൊരു ഡോറാണിത്. അപ്പോൾ ഏതോ ഒരു ഭൂഗർഭ തുരങ്കം വഴി വന്ന് പുറത്തേക്ക് കടക്കാനുള്ളൊരു വാതിലാണ് ഈ കാണുന്നത്.
അവിടുന്ന് കുറച്ചുകൂടെ മുൻപോട്ട് നടന്നപ്പോഴാണ് മനസ്സിലായത് ഈ കോട്ട ചുറ്റി വരാനുള്ളൊരു വഴി ഇവിടെ ഇല്ല. വഴി ഇത്രയും വഴി വന്ന് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് നമുക്ക് തിരിച്ച് നടന്നു പോകേണ്ട വരും. അപ്പോൾ ഇവിടെ ഇവരുടെ ചെറിയ രീതിയിലുള്ള എന്തോ ഒരു അമ്പലം കാര്യങ്ങളാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ആലും അതിൻ്റെ കടയ്ക്ക് എന്തോ അമ്പലത്തിൻ്റെ ഒരു ഇതിലുള്ളത് വെച്ചിട്ടുണ്ട്. അവിടെ കൂടുതൽ സമയം നിൽക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അപ്പുറത്ത് കണ്ട കൊത്തളമൊന്നും ഞാൻ കൂടുതൽ എടുത്തില്ല. കാരണം ഭയങ്കര ഒരു പേടി തോന്നി. ആരുമില്ലാത്തൊരു സ്ഥലം പോലെ തോന്നി. അതുകൊണ്ട് തിരിച്ച് നടന്നു. ഇനി തിരിച്ച് നടന്ന് നമ്മൾ ഇങ്ങോട്ട് വന്ന സ്ഥലത്തേക്ക് എത്തണമെങ്കിലുള്ള ദൂരം ഒരുപാട് നടക്കണം അവിടം വരെ. അങ്ങനെ തിരിച്ച് നടന്ന് ആളുകളൊക്കെ ഉള്ള ഒരു സ്ഥലത്തെത്തി. എന്തായാലും ഈ സമയമായപ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്കായി. ഇന്ന് ഞായറാഴ്ചയും കൂടിയാണ്. അപ്പോൾ എന്തായാലും തിരക്ക് കുറച്ചുകൂടെ കൂടും. ഞങ്ങളിപ്പോൾ ഈ കോട്ടയുടെ ബാക്ക് ഭാഗത്താണുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നത് 8:30-ക്കാണ്. ഇപ്പോൾ സമയം 11:30. 3 മണിക്കൂർ എടുത്തു ഞങ്ങൾ ഇവിടം വരെയുള്ള ഒരു പകുതി ഭാഗത്തെ കാഴ്ചകൾ കണ്ടു തീർക്കാനായിട്ട്. ഇവിടെ കോട്ടയ്ക്ക് ചുറ്റും ഒരുപാട് കൊത്തളങ്ങളുണ്ട്. എല്ലാ കൊത്തളങ്ങളും ഏകദേശം ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് എല്ലാത്തിലും കയറി ഇറങ്ങി കണ്ടില്ല. ഈ കോട്ടയുടെ പകുതി വരെ ഞങ്ങൾ എല്ലാം ഫുൾ കണ്ടു. പിന്നെ പകുതി ഭാഗത്ത് അങ്ങനെ അധികം ഒരുപാടൊന്നും കാണാനില്ല. അതുകൊണ്ട് തന്നെ അവിടെ പെട്ടെന്ന് നടന്ന് കണ്ടു തീർത്തു പോന്നു. ഇപ്പോൾ ഞങ്ങൾ കോട്ട ചുറ്റി നമ്മൾ കയറി വന്ന ഭാഗത്തേക്ക് എത്തി, മുൻഭാഗത്തേക്ക് എത്തി. ഇവിടെ നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് തന്നെ ഒരു ചെറിയ കടയുണ്ട്. അവിടെ നമുക്ക് മാങ്ങ ഉപ്പിലിട്ടത്, നെല്ലിക്ക ഉപ്പിലിട്ടത്, അതുപോലത്തെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ വാങ്ങാൻ കിട്ടും. ഇവിടെ വെള്ളവും കിട്ടും. അപ്പോൾ ഇവിടെ കുറച്ച് ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി കാണാൻ പോവാം. നമ്മൾ കോട്ടയുടെ മുൻഭാഗത്തൂടെ അകത്തേക്ക് കയറി ഇടതുഭാഗത്ത് കാണുന്ന വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ അവിടെ നല്ലൊരു ബാത്റൂമുണ്ട്. നല്ല നീറ്റായിട്ടുള്ളൊരു ബാത്റൂം. അവിടുന്ന് കുറച്ച് മുൻപോട്ട് പോയി കഴിയുമ്പോഴാണ് നമ്മൾ നേരത്തെ 2 ഭൂഗർഭ തുരങ്കങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ, നമുക്ക് കാണാൻ പാകത്തിന്. അതിൽ 2ാമത്തെ ഭൂഗർഭ തുരങ്കം അവിടെയാണുള്ളത്. അപ്പോൾ അതിലൂടെ കുറച്ച് താഴേക്ക് നടന്നു കഴിഞ്ഞാൽ കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങി നമുക്ക് നടന്ന് ചെല്ലാൻ പറ്റും. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെയും ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് തോന്നിയത് നമ്മൾ നേരത്തെ പുറത്തൂടെ നടന്നപ്പോൾ ഒരു ഇരുമ്പിൻ്റെ ഡോറ് ലോക്ക് ചെയ്തിരിക്കണ കണ്ടായിരുന്നു. അതാണെന്ന് തോന്നുന്നു. ഇതിലേ ചെന്നെത്തുമ്പോൾ ആ ഭാഗത്തേക്കാണ് ചെന്നെത്താമെന്നാണ് കണ്ടിട്ട് തോന്നിയത്. ഇപ്പോൾ കോട്ടയുടെ ഒരുവിധം ഭാഗങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞു ഇപ്പോൾ. അപ്പോൾ രാവിലെ 8:30-ക്ക് ഇതിൽ കയറിയിട്ട് ഇത്രയും സമയമെടുത്തു നമ്മൾ ഈ കോട്ട മൊത്തം ചുറ്റി കാണാനായിട്ട്. അത്രയധികം കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും സമയമെടുത്തത്. അപ്പോൾ ചരിത്ര സ്നേഹികളായ ആളുകൾക്കും പ്രകൃതി സ്നേഹികളായ ആളുകൾക്കും എന്തായാലും ഇവിടെ വന്നാൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇവിടെ ഇഷ്ടപ്പെടും. നല്ലൊരു അനുഭവമായിരിക്കും ഈ ബേക്കൽ കോട്ട സന്ദർശിക്കുക എന്നുള്ളത്.